അമേരിക്കൻ ഐക്യനാടുകളെ ദുരിതത്തിലാക്കി അതിശൈത്യവും ഹിമപതവും. വിന്റർ സ്റ്റോം ഫേൺ എന്ന് പേരിട്ടിരിക്കുന്ന ശീതക്കാറ്റിൽപ്പെട്ട് ഇതുവരെ 12 പേരോളം മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തെക്കൻ സംസ്ഥാനങ്ങൾ മുതൽ വടക്ക് കിഴക്കൻ മേഖല വരെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായതോടെ 21 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതേസമയം കോവിഡ് കാലത്തിന് ശേഷം അമേരിക്കൻ വ്യോമഗതാഗത മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിതെന്ന് കണക്കുകൾ പറയുന്നു. 2026, 24, 25 ശനി ഞായർ ദിവസങ്ങളിലായി 11,000-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. റൺവേകളിൽ മഞ്ഞ് അടിഞ്ഞുകൂടിയതായും കാഴ്ചപരിധി കുറഞ്ഞതുമാണ് വിമാനങ്ങൾ നിലത്തിറക്കുവാൻ കാരണം. മാത്രമല്ല, നിരത്തുകളിലൂടെയുള്ള ഗതാഗതവും പലയിടത്തും വളരെ ശ്രമകരമായി തീർന്നു. കനത്ത കാറ്റിലും മഞ്ഞുവീഴ്ചയിലും വൈദ്യുതി ലൈനുകൾ തകരാറിലായതോടെ 10 ലക്ഷത്തിലധികം വീടുകൾ ഇരുട്ടിലായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടെക്സസ്, ലൂസിയാന, മിസിസിപ്പി, ടെന്നസി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. കൊടും തണുപ്പിൽ ഹീറ്ററുകൾ പോലും പ്രവർത്തിപ്പിക്കാനാകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. ലൂസിയാനയിലും ടെക്സാസിലും തണുപ്പ് സഹിക്കാനാകാതെ ഹൈപ്പർതെർമിയ ബാധിച്ച് ആളുകൾ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ന്യൂയോർക്കിൽ തെരുവിൽ കഴിയുന്നവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. റോഡുകളിലെ മഞ്ഞുവീഴ്ച കാരണമുണ്ടായ അപകടങ്ങളിലും പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നിരീക്ഷണങ്ങൾ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുവാനും അധികൃതർ ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്.